ഈ ഒരു കിച്ചൺ നോക്കുമ്പോൾ കുറച്ച് സ്പേസ് കുറവായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇതൊരു ഹോളിഡേ ഹോമാണ്. ഹോളിഡേ ഹോമിൻ്റെ കോൺസെപ്റ്റിൽ ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ആപ്റ്റാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അപ്കീപ്പ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഈ കിച്ചണിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ പ്രത്യേകം മൈൻഡിൽ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇതിലെല്ലാ ഫെസിലിറ്റി വേണം, എന്നാൽ ഈ സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. ഇവിടുത്തെ സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഈ കബോർഡ്സ് എല്ലാം അപ്പർ ലെങ്ത് വരെ കൊടുത്തിട്ടുണ്ട്. മേളിലുള്ള ലോഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ എവറി സ്പേസ് ആർ ബീൻ യൂട്ടിലൈസ് ടു ദ ഫുള്ളസ്റ്റ്. അതേപോലെ കളർ തീം നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു ക്ലയൻറ്റിൻ്റെ ചോയ്സ്. ഡാർക്ക് ഗ്രീൻ വളരെ നല്ലതാണ് കിച്ചണിന് വേണ്ടിയിട്ട്. കാരണം നമുക്കൊരു കൂൾനെസ്, കാംനെസ് വർക്ക് ചെയ്യുമ്പോൾ നന്നാവും. പക്ഷേ ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് ഡാർക്കിനാവും എന്ന് ചിന്തയിൽ തന്നെ ഞങ്ങൾ അതിന് വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് കൊടുത്തു. കോൺട്രാസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡൗൺ സൈഡും വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മേലിലുള്ളത് നമ്മുടെ നാനോ വൈറ്റ് ആണ്. അതേപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു ഡിസൈൻ ചെയ്തു. കാരണം നമുക്ക് കയറി വരുമ്പോൾ ഉള്ളൊരു ഫോക്കൽ പോയിൻ്റാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. ഇതൊരു ഹോളിഡേ ഹോം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും കൂടെ ഉള്ളൊരു ടുഗെദർനെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പൗസോ ചിൽഡ്രൻ എല്ലാവരും അവിടെ വന്ന് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺവെർസേഷൻ, കമ്മ്യൂണിക്കേഷൻ നന്നായി വരും. ആ ഒരു 1-2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അതിന് നല്ല മെമ്മറീസായിട്ട്. അതേപോലെ എല്ലാ രീതിയിലുള്ള അപ്ലയൻസും ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. അതേപോലെ ഓവൻ, മൈക്രോവേവ് ഓവൻ, അതേപോലെ ഡിഷ് വാഷർ ഉണ്ട് ഇവിടെ. ഇത് വരുന്നൊരു സമയത്ത് തന്നെ ഈ പറയുന്ന പോലെ 1-2 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ കുക്കിങ്ങൊക്കെ മിനിമം ആയിരിക്കും. ഒരു പക്ഷേ ഭക്ഷണമൊക്കെ എല്ലാം നമ്മൾ കുക്ക് ചെയ്ത് പാക്ക് ചെയ്തൊക്കെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നന്നായിട്ടുണ്ട്. അതേപോലെ രാവിലെ തൊട്ടുള്ള പാത്രങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാം ക്ലീൻ ചെയ്ത് ഡ്രൈ ആയിട്ട് നമുക്ക് വൈകുന്നേരം എടുക്കാൻ പറ്റും. ഇതൊന്നും ഒരു ടെൻഷനേ അല്ല. സോ ഒരു ടെൻഷൻ ഫ്രീ കിച്ചൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അതേപോലെ തന്നെ ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആങ്കിൾ ചിമ്മിനിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അതാണ്. കാരണം ഇത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഹൈറ്റിൽ വന്ന് നമ്മുടെ തലയിൽ ഇടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആൻഡ് ഓൾസോ ഇതിൻ്റെ സക്ഷൻ കപ്പാസിറ്റി വളരെ നല്ലതാണ്. അതുപോലെ ഇവിടെ ഒരു 3 ബർണർ, ഇതിൻ്റെ തീം ഞങ്ങളെല്ലാം അപ്ലയൻസസ് ബ്ലാക്ക് എന്നുള്ള രീതിയിലെടുത്തു ആ ഒരു തീമിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്ക് ബേണേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വിത്ത് കോപ്പർ ടോപ്പ് ഫിനിഷ്. സോ അങ്ങനെ ആൻഡ് ഓൾസോ അനദർ തിങ് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഫുൾ ബോഡി ടൈപ്പ്. സോ അതിൻ്റെ അകത്തൊരു കണ്ടിന്യൂറ്റി ഉണ്ട്. സോ ഇറ്റ് ഗിവ്സ് എ മോർ ഫുള്ളേജ്. ഈ ഒരു ചെറിയ സ്പേസിനെയും വളരെ ഒരു എൻഹാൻസ് ചെയ്ത് കാണിക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. So these are the small things that we have taken care so that the space look really elegant and functional and aesthetic. ഈ കാപ്പി കുടിച്ചത് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റീരിയർ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്പേസസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും ഫങ്ഷണൽ ആയിട്ടും ചെയ്യാനായിട്ട് ഞങ്ങളെ സമീപിക്കാം.